അസ്സലാമലൈക്കും ഹായ് ഓൾ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചായൻ്റെ പരിപാടിയാണ്. എന്നും ഇങ്ങനെ തന്നെയാണല്ലോ, രാവിലെ ചായ, ഉച്ചയ്ക്ക് ലഞ്ച്, നമുക്ക് ഇതന്നെ പരിപാടി, മാറ്റമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമുക്ക് രണ്ട് കുട്ടി പട്ടാളങ്ങൾ ഗസ്റ്റ് ഉണ്ട്, അനിയത്തിൻ്റെ രണ്ട് മക്കളെ. ഇന്നലെ ഇവിടെ ആട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരെ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ച്, പിന്നെന്താ പറയണ്ടേ, കുട്ടികളൊക്കെ ചെറിയ മക്കളെ സ്കൂൾ വിട്ടിട്ടില്ല, ആ ഒരു ടച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ട്. നമ്മളൊക്കെ വലിയ മക്കളായല്ലോ, അവരങ്ങ് ചെയ്തോളുമല്ലോ. പക്ഷേ ഇവരും വേറെ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അങ്ങനെ അവർ റെഡി ആകുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മെനു എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളപ്പവും അതോടൊപ്പം ഞാൻ ചിക്കൻ്റെ കുറുമ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെള്ളപ്പം റെഡിയായി വന്നിന്. അപ്പോൾ ചിക്കൻ കുറുമയിൽ ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ടത് കാരണം ഇവിടെ ഒരാളിത് അത് തിക്കി അതിൻ്റെ ഗ്രേവി മാത്രം എടുക്കുന്നുണ്ട്. വെജിറ്റബിൾ അങ്ങാനും പെട്ടുപോയാൽ പിന്നെ ബുദ്ധിമുട്ടാണല്ലോ. എല്ലായിടത്തും സ്ഥിതി ഇങ്ങനെ തന്നെയായിരിക്കും മക്കളുടെ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയാണ് ഉച്ചക്കേക്ക് ലഞ്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മളുടെ വെള്ളപ്പം രാവിലെ, വെള്ളപ്പം നമുക്ക് കുറേ ദിവസമായി ഉണ്ടാക്കിയെടുക്കാത്തത്. വൈകുന്നേരം വന്ന് കിച്ചണിൽ നിന്ന് അരി ഇറക്കണ്ടേ, അതൊരു മടിയാണ്. പിന്നെ രാവിലെ പക്ഷേങ്കിൽ നമുക്ക് ഈസിയാണ് കേട്ടോ. വൈകുന്നേരം ഇഡ്ഡലിക്ക് ദോശക്കൊക്കെ മാവ് അരച്ച് അവിടെ വെച്ചാൽ രാവിലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം കിച്ചണിൽ അത്രയ്ക്ക് ടൈം കിട്ടൂല. അതുകൊണ്ട് ഈ അരി കുതിർത്തി ഇറക്കാനുള്ള മടി കൊണ്ട് രാവിലെ എന്തെങ്കിലും തട്ടിക്കൂട്ട് കേസായിരിക്കും. ഇപ്പം ചില ദിവസം അങ്ങനെ അങ്ങ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ താരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴക്കാമ്പാണ്. വാഴക്കാമ്പ് കുറേ ദിവസമല്ലേ നമ്മൾ ഉണ്ടാക്കാത്തത്. അപ്പോൾ ഒരു കൊല കൊത്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉപ്പാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ വാഴയുടെ കാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്നത് ഷൗക്കൂനെയാണ്, ഹസ്ബൻഡിനെ. കാരണം എന്താ വെച്ചാൽ ഷൗക്ക ഉണ്ടാകുന്ന സമയത്ത് വേഗം കട്ട് ചെയ്തിട്ട് തരും, ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്കിങ്ങനത്തെ. പക്ഷേ ഇത് കട്ട് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. നമ്മൾ പിന്നെ സാധാ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ആ ഒരു ഇത് തന്നെയുള്ളൂ, അല്ലാണ്ട് എക്സ്ട്രാ ടൈമും കാര്യമൊന്നും വേണ്ടയില്ല. ഇതേപോലെ നല്ലോണം കുനുകുനാന്ന് അരിഞ്ഞെടുത്താൽ നമുക്ക് കഴിക്കാൻ നല്ല സുഖമുണ്ടാവും. വലിയതായിട്ട് മുറിച്ചിട്ടാൽ കഴിക്കുമ്പോൾ എന്തായാലും വെന്തുടഞ്ഞാലും ആ ഒരു കഷ്ണങ്ങൾ കുഞ്ഞു ആകുമ്പോൾ നമുക്ക് ഈസിയാണ്. പിന്നെ കുട്ടികളൊക്കെ പറ്റിക്കാൻ ചോറിൽ കുഴച്ചിട്ട് കൊടുക്കാം, അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ വല്ലപ്പോഴും കഴിക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ കുറേ ദിവസമായി ശരിക്കും പറഞ്ഞാൽ, ഞാനിപ്പോൾ എന്താ പറയണ്ടേ, ഷൗക്ക് പോയതിന് ശേഷം ഉണ്ടാക്കിനോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. കാരണം ഉണ്ടാക്കിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര മിസ്സിങ് ആണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഭയങ്കര പൈങ്കിളി, അങ്ങനെയല്ലടാ. നമുക്ക് ഒരാൾക്ക് ഇഷ്ടമുള്ള സാധനം അവരില്ലാണ്ട് ഉണ്ടാക്കി കഴിക്കുമ്പോഴൊരു ചെറിയൊരു വരുമല്ലോ. കാരണം ഇതൊന്നും പ്രത്യേകിച്ച് അവിടെ കിട്ടാത്ത സംഭവമാകുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഞാനിപ്പോൾ PCODൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത്. അതുകൊണ്ട് ഡാറ്റ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഭയങ്കര മടി ഡാറ്റിലേക്ക് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ കുറച്ച് ചെറുപയറെടുത്തിന് കുറച്ച് ഈ ഒരു കാമ്പും കൂടി ഇട്ടിട്ട് ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചോറിന് പകരം ഇത് ഉച്ചയ്ക്ക് കഴിച്ചാൽ നല്ലോണം വയറാട് ഫില്ലായി കിട്ടുന്നു. പിന്നെ കുറേ സമയത്തേക്ക് വിശക്കിയില്ല. പക്ഷേ ഇതെല്ലാം നമുക്ക് 1-2 ദിവസം കഴിക്കുമ്പോൾ ഓക്കെ. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ആ ഒരു മടുപ്പ് വന്നാലാണ് ഈ ഡയറ്റിൻ്റെ ആകെയുള്ള മൊത്തത്തിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ പതിയെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താവോ എന്തോ അറിയില്ല. അങ്ങനെ ബാക്കി വന്ന കഷ്ണങ്ങളൊക്കെ ഞാൻ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ ഓരോ ദിവസം ഓരോ പീസ് എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി നല്ലത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് സാലഡെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് 2-3 ദിവസം അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. എന്തായാലും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ വാഴയുടെ ഇത് എടുത്ത് കിട്ടാൻ, കാമ്പാക്കി നമുക്കിങ്ങനെ എടുത്ത് കിട്ടാനാണ് ബുദ്ധിമുട്ട് വാഴയുടെ ഉള്ളിൽ നിന്ന്. അല്ലാണ്ട് നമ്മളെ കയ്യിലെത്തിയാൽ പിന്നെ അത് ഈസി ആയിട്ട് മുറിച്ചെടുക്കാനൊക്കെ പറ്റും. പിന്നെ ഞാൻ കുറച്ച് കാന്താരി ഇട്ടിട്ട്, എന്തായാലും ഞാൻ ഈ കട്ടിംഗ് ബോർഡിന് പകരം അമ്മിയാണ് എടുത്തത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതിന് ഓൾറെഡി കറ ഉണ്ടാവുമല്ലോ. അപ്പോൾ 2 കൈപ്പിടി തേങ്ങ ഞാൻ എടുത്തിട്ട് ഈ കാന്താരിയാണ് നമ്മളെ എരിവിനനുസരിച്ചിട്ട് ഒരു ചമ്മന്തിയാക്കി എടുക്കുന്നുണ്ട്. ഈ തോരനിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാഴക്കാമ്പിൻ്റെ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കാന്താരിയും ഇത്. പക്ഷേ നല്ല പുകച്ചിലുണ്ട് കേട്ടോ. കൈ കൊണ്ടിങ്ങനെ തട്ടുമ്പോൾ കാന്താരി ഞാൻ മിക്സി കൂടി വലിച്ചെടുത്ത് അതും കൂടി കഴുകാനാക്കണ്ടല്ലോ. ഓൾറെഡി അമ്മി എടുത്ത് അത് കഴുകണം. ഇനിയിപ്പോൾ മിക്സിയും കൂടി എടുത്ത് മിക്സിയിലും കൂടി അതും കഴുകേണ്ട ഒരു പണി കുറക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മി വന്നു. ഭയങ്കര മടിയാട്ടോ. വല്ലപ്പോഴും ഇങ്ങനെ അമ്മി എടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ ചെറിയ അമ്മയാണ്ട് വെയിറ്റ്ലെസ് ആടാ. ഇതേപോലെ ഇതാ കഴുകി ഇങ്ങനെ എടുക്കുക, കുഴപ്പമില്ല. പിന്നെ വേണമെങ്കിൽ കുറച്ച് നേരം നമുക്കൊരു കയ്യിൽ ബലമൊക്കെ കിട്ടും. കുറച്ച് സമയം ഇങ്ങനെ പിടിച്ച് കളിച്ചാൽ അത്ര വെയിറ്റ് ഇല്ല, നല്ലൊരു സുഖമുണ്ട് എടുക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ കിച്ചണിൽ ഇങ്ങനെ ഒരു സൈഡിൽ ഉണ്ടാവും. വല്ലപ്പോഴും ഞാനിത് ഉപയോഗിക്കലുള്ളൂ, കാരണം മടി തന്നെ. പിന്നെ കുട്ടികൾക്ക് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അവരുടെ മെനുവിൽ ഈ ഒരു വാഴക്കാമ്പൊന്നും പെടേയില്ല. അപ്പോൾ അതിനിടയിൽ ഒരു ഫോണൊക്കെ വന്ന് കുറേ നേരം സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉള്ളിയെല്ലാം നല്ലോണം ചുവന്നിട്ട്, ജസ്റ്റ് കരിഞ്ഞിട്ടില്ല, ചുവന്നങ്ങ് പോയി. അപ്പോൾ തൂവെള്ള കളറിൽ നമുക്ക് നെയ്ച്ചോറ് കിട്ടില്ല. ഉള്ളി കുറച്ച് ബ്രൗൺ കളർ കൂടിപ്പോയാൽ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വറ്റൽമുളക് ഇട്ടിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച കാമ്പും ചെറുപയറും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രേ പണിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, വാഴേൻ്റെ ഉള്ളിൽ നിന്ന് കാമ്പ് എടുത്ത് കിട്ടേണ്ടതാണ് ടാസ്ക്. ബാക്കിയൊന്നും പ്രശ്നമില്ല.
ഞാനിങ്ങനെ എനിക്കതെല്ലാം മടിയാണ്. അതുകൊണ്ട് ഞാൻ ഉപ്പാനെ ഇങ്ങനെ കാത്തിക്കും. ചിലപ്പോഴൊക്കെ ഒന്നോ രണ്ടോ ആഴ്ചയിൽ നമുക്കൊരു കൊല കൊത്തിയെടുക്കാനൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ എല്ലാ ദിവസവും ചിലപ്പോൾ ഉപ്പ തിരക്കിനിടയിൽ കൊത്തിയിട്ട് കൊണ്ടുവന്ന് കാണുമ്പോൾ ഞാൻ ഒന്നും പറയേയില്ല. ഞാൻ വേഗം മതി ബുദ്ധിമുട്ടിക്കണ്ട. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മൾ ആ ഒരു ചമ്മന്തി കാന്താരിയും ഇത് ചെറിയുള്ളി കൂടി ആ ഒരു സമയത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ്. ഒരു 2-3 എണ്ണം മതി, കൂടുതലൊന്നും വേണ്ട. പക്ഷേ ചെറിയുള്ളി ഒന്നും എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല. ഞാൻ പിന്നെ ഉള്ളിയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്, വേറൊന്നും വേണ്ട. നല്ലൊരു ചൂട് കഞ്ഞിയോ അല്ലെങ്കിൽ പിന്നെ ചോറിനപ്പോ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ്. പിന്നെ കിച്ചൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ലഞ്ച് എൻ്റെ ഒരു ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കുട്ടികൾ വന്നാൽ ഞാൻ പിന്നെ ഉച്ചക്കത്തെ ആ ഒരു പരിപാടി കഴിക്കുക എന്നുള്ളതാണ്. കാരണം ഉച്ചയ്ക്ക് എന്തെങ്കിലും പണിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ എന്തെങ്കിലും കുടിച്ചിട്ട് അങ്ങ് പോകും, എന്താ ജ്യൂസോ അല്ലെങ്കിൽ ഒരു ചായയോ ഉണ്ടാക്കി കുടിച്ചാൽ ഈ മെയിൻ കോഴ്സ് കഴിക്കുന്നത് ഈ വൈകുന്നേരം 4 മണിയാവും. അത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് എൻ്റെത്, എനിക്കറിയാം. അപ്പോൾ ആ ഉച്ചയ്ക്ക് ഒറ്റയ്ക്ക് കഴിക്കാനുള്ള മടി കാരണം മക്കൾ വരട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഇവർ വന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം അവരെ ചോറ് വായിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചോറെടുത്തിട്ടുണ്ട്, ഒരു ഫിഷ് ഫ്രൈയും പിന്നെ മോര്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഈ മോര് കുടിക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. ചിലപ്പോൾ അത് 2-3 ദിവസം കുടിച്ചാൽ എനിക്ക് മടുപ്പ് വരും. എൻ്റെ ഒരു കാര്യം അങ്ങനെയാണ്. അപ്പോൾ അത് തുറന്ന് പറയണല്ലോ. പലരും പറയും നിങ്ങളുടെ ഡയറ്റ് ഒന്ന് ഞാൻ നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ടായിരുന്നേ ഡയറ്റ് ചെയ്ത്. നമ്മൾ നല്ല റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. പക്ഷേ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളെന്ത് നിർത്തിയാൽ തുടങ്ങാൻ എളുപ്പമല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനല്ലേ ബുദ്ധിമുട്ട്. എന്തും തുടങ്ങിയാൽ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എത്രയെന്ന് വെച്ചിട്ടാണ് ഇത്ര. പിന്നെ നമ്മൾ മാത്രമല്ലല്ലോ, വീട്ടിൽ മറ്റുള്ള ആൾക്കാർക്ക് നോർമൽ ഫുഡ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് ടേസ്റ്റ് നോക്കി പോകും, അതാണ് മെയിൻ. എല്ലാവരും ഒരേ ഫുഡാണ് നമുക്ക് അതേപോലെ അങ്ങ് പോവാം. എവിടെ കുട്ടികളൊന്നും അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോപ്പ് എത്തിയിട്ടുണ്ട്, നമ്മുടെ ക്ലോത്ത് വൈപ്പർ ഒക്കെ ബുക്ക് ചെയ്തിട്ട് ആൾക്കാരെ സംഭവം. നമ്മൾ ആ ഒരു 999 ആ ഒരു ചുരിദാർ നന്നായിട്ട് മൂവ് ചെയ്തതിന് എല്ലാവരും നല്ല റെസ്പോൺസാണ് തന്നുകൊണ്ടിരിക്കുന്നത്, കിട്ടിയ ആൾക്കാരെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.